സാധാരണ നമുക്കറിയാം, നമ്മൾ ഈ വോട്ട് ചെയ്യാൻ പോകുമ്പോഴാണ് നമ്മളോട് തിരിച്ചറിയൽ രേഖകളൊക്കെ ചോദിക്കുകയല്ലേ. എന്നാൽ വോട്ടർ പട്ടികയിൽ പേര് നിലനിർത്താൻ രേഖകൾ ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും. അതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടുന്ന 11 രേഖകളും ഇല്ലാത്ത നിരവധി ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള വോട്ടർമാരുണ്ട് ബീഹാറിൽ. അവർ ഇപ്പോഴും നിസ്സഹായരായി നിൽക്കുകയുമാണ്. ചോദ്യം ഇതാണ്: പൗരത്വം നടപ്പാക്കുന്നു. ഇങ്ങനെ ചോദിക്കാൻ ഒരു കാരണമുണ്ട്. അതിനുള്ള കാരണം, ബീഹാറിൽ 2003 ശേഷം വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചവരുടെ എണ്ണം അറിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും. ഈ 2003 ശേഷം വോട്ടർ പട്ടികയിൽ വന്നവരാണ് നമ്മളെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഹാജരാക്കേണ്ട ചില രേഖകളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കാം. അതിലാദ്യത്തേത് 1987 ജൂലൈ മാസം 1 മുൻപ് ജനിച്ചവരാണെങ്കിൽ അവർ ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. അതിൽ ജനിച്ച തീയതിയും ജനിച്ച സ്ഥലവും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ബീഹാറിൽ നമുക്കറിയാം, ബഹുഭൂരിപക്ഷം ആളുകളും ഇങ്ങനെ ഒരു രേഖയും നേടാത്തവരാണ്. സ്കൂൾ വിദ്യാഭ്യാസം പോലും നേടാത്തവരാണ്. ഇതിൽ പലരും ഇടയ്ക്ക് വെച്ച് സ്കൂൾ വിദ്യാഭ്യാസം നിർത്തുന്നു എന്നതുകൊണ്ട് തന്നെ സെക്കൻഡറി സർട്ടിഫിക്കറ്റുകളും അവരുടെ കൈവശം ഉണ്ടായിരിക്കില്ല. ഇനി 1987 ജൂലൈ 1 ശേഷവും 2004 ഡിസംബർ 2 മുൻപും ജനിച്ചവർക്ക് ഇത് ബാധകമാണോ എന്ന് ചോദിച്ചാൽ, മാതാപിതാക്കളിൽ ഒരാളുടെ എങ്കിലും ജനനം ഇന്ത്യയിലാണ് എന്ന രേഖ അവർ ഹാജരാക്കേണ്ടി വരും. ഇങ്ങനെ ഒരു രേഖയും ബീഹാറിൽ ബഹുഭൂരിപക്ഷത്തിന്റെയും കൈവശം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി 2004 ഡിസംബർ 2 ശേഷം ജനിച്ചവരാണെങ്കിലോ, അവർ ഹാജരാക്കേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, മാതാപിതാക്കളിൽ 2 പേരും ഇന്ത്യയിൽ ജനിച്ചവരാണ് എന്ന സർട്ടിഫിക്കറ്റും ഒപ്പം ഇവരുടെ ജനനത്തീയതി, ജനന സർട്ടിഫിക്കറ്റും എന്നിവയും ഹാജരാക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ സർട്ടിഫിക്കറ്റ് ഇല്ല എത്തവരൊക്കെ വോട്ടർ പട്ടികയ്ക്ക് പുറത്തു പോകും എന്നതാണ് നിലവിലെ സാഹചര്യം. വിദേശത്ത് ജനിച്ച ഇന്ത്യക്കാരാണെന്ന് കരുതാം. അങ്ങനെയാണെങ്കിലോ, ഇന്ത്യയുടെ എംബസിയിൽ നിന്നും സാക്ഷ്യപ്പെടുത്തിയ ജനന സർട്ടിഫിക്കറ്റ് വേണം. പൗരത്വം ഉണ്ടെങ്കിൽ മാത്രമേ വോട്ടർ പട്ടികയിൽ അവർക്ക് ഇടം പിടിക്കാൻ കഴിയൂ. മാത്രമല്ല, ഇനി മുൻപുള്ള നിയമങ്ങൾ അനുസരിച്ച് ഒരു നിശ്ചിത കാലം ഇന്ത്യയിൽ താമസിച്ച് പൗരത്വം കിട്ടിയെന്ന് കരുതുക. അവർ എങ്ങനെ പൗരത്വം കിട്ടി എന്ന് തെളിയിക്കുന്ന തെളിവുകൾ കൂടി ഹാജരാക്കേണ്ടി വരും. ഇപ്പോഴത്തെ ഉത്തരവ് നടപ്പാക്കിയാൽ എത്ര വോട്ടർമാർ പുറത്താകുമെന്നറിയോ? 2003 ശേഷം ബീഹാറിൽ 3 കോടി വോട്ടർമാരെയാണ് പട്ടികയിൽ ചേർത്തത്. ഇവരെല്ലാം രേഖകൾ ഹാജരാക്കേണ്ടി വരുമെന്നാണ് ഇപ്പോഴത്തെ ഉത്തരവിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഈ മാസം 26 മുതലാണ് വോട്ടർ പട്ടികയിൽ ഈ പരിഷ്കരണം നടപ്പാക്കുന്നത്. പൗരന്മാർ മാത്രമേ വോട്ട് ചെയ്യുന്നുള്ളൂ എന്നുറപ്പാക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഇങ്ങനെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിനെ വിശേഷിപ്പിക്കുന്നത്. ആരാണ് പൗരന്മാർ എന്ന് എങ്ങനെയാകും തീരുമാനിക്കുക? ഇന്ത്യയിലെ ജനത എന്നത് പലായനം ചെയ്തെത്തിയവരും അവരുടെ പിന്മുറക്കാരും ഒക്കെ ഉൾപ്പെടുന്നതാണല്ലേ. അത് ഈ വിഭജന സമയത്ത് മാത്രമല്ല, ബംഗ്ലാദേശിന്റെ യുദ്ധകാലത്തും ലക്ഷങ്ങൾ ഇന്ത്യയിലേക്ക് എത്തി. ഓരോ രാജ്യവും, ഇപ്പോൾ ഇന്ത്യ മാത്രമല്ല, ഓരോ രാജ്യവും രൂപപ്പെടുന്നതും ഇങ്ങനെ തന്നെയാണ്. പലായനങ്ങളിലൂടെയും മറ്റും ഇവിടെ എത്തുന്ന ഓരോ രാജ്യങ്ങളിലും എത്തുന്നവർ ചേർന്ന് തന്നെയാണ് ഓരോ രാജ്യവും രൂപപ്പെടുന്നത്. ബീഹാറിൽ നടക്കുന്നത് എന്താണ് എന്ന കാര്യമാണ് ഇനി നമ്മൾ വളരെ വിശദമായി തന്നെ പരിശോധിക്കാൻ പോകുന്നത്. ശ്രീജിത്ത് ബാലകൃഷ്ണനുണ്ട് വിശകലനവുമായി നമുക്കൊപ്പം. ശ്രീജിത്ത് ബാലകൃഷ്ണൻ, ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടുന്ന 11 രേഖകളും ഇല്ലാത്ത നിരവധി ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള വോട്ടർമാരുണ്ട് ബീഹാറിൽ. ഈ പരമ്പരകളായി ബീഹാറിൽ താമസിക്കുന്നവരാണ് ഇവരെല്ലാവരും. വിഭജന കാലത്തും അതുപോലെ സംഘർഷ കാലത്തും ഒക്കെ ഇന്ത്യയിൽ വന്ന് സ്ഥിരതാമസമാക്കിയവരുടെ പിന്മുറക്കാരാണ് ഇപ്പോൾ ഈ ഒരു ഉത്തരവ് അല്ലെങ്കിൽ ഈ ഒരു നീക്കത്തിലൂടെ നിസ്സഹായരായി നോക്കി നിൽക്കുന്നത്. ആധാർ പരിഗണിക്കാമെന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് ഒരു ആശ്വാസകരമാണ്. അപ്പോഴും ഈ കേസ് വിശദമായ വാദത്തിലേക്ക് പോകുന്നതേ ഉള്ളൂ. ആ കാലയളവിൽ തന്നെ ഈ ഫോം പൂരിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളുമായി കമ്മീഷന് മുന്നോട്ട് പോകാമെന്നൊരു നിർദ്ദേശം കോടതിയിൽ നിന്ന് ലഭിച്ചിട്ടുമുണ്ട്. ബീഹാറിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് പൗരത്വ നിയമമാണോ ശ്രീജിത്ത് യഥാർത്ഥത്തിൽ? അതായത് ബീഹാറിനെ നമുക്കറിയാം, ഒരു രാഷ്ട്രീയ ഇന്ത്യയുടെ പരിച്ഛേദമാണ് ബീഹാർ. സംഘർഷകാലവും വിഭജനകാലവും യുദ്ധകാലവും അതിനുശേഷവും ഒക്കെ ഇപ്പോൾ ഈ ഏറ്റവും നമ്മുടെ കൺമുന്നിലുള്ള കാലവും ഒക്കെ നമുക്കറിയാം. ബീഹാറിൽ എന്ത് സംഭവിക്കും എന്നുള്ളതനുസരിച്ചാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ദിശ നിശ്ചയിക്കുന്നതെന്ന് രാഷ്ട്രീയ വിശകലനം ചെയ്യുന്ന ആളുകളൊക്കെ പറയാറുണ്ട്. ഒരുപക്ഷെ ബീഹാറിൽ ആരാണോ ജയിക്കുന്നത് അവിടെ ആയിരിക്കും ഇന്ത്യ ഭരിക്കാൻ പോകുന്നതെന്നൊക്കെ പറയാറുണ്ട് സാധാരണഗതിയിൽ. എല്ലാ വിഭാഗം ജനങ്ങളെ ഉൾക്കൊള്ളുന്ന, ഇന്ത്യയുടെ എല്ലാ രാഷ്ട്രീയ പരിച്ഛേദത്തെ ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് ബീഹാർ. സേതുവിനെ സൂചിപ്പിച്ചതുപോലെ ബംഗ്ലാദേശ് കലാപകാലത്ത് ഇന്ത്യയുടെ വിഭജന കാലത്ത്
കാലത്തൊക്കെ ഒരുപാട് ആളുകൾ ഇന്ത്യയിലേക്ക് കുടിയേറി. ആ കുടിയേറ്റത്തിൻ്റെ വലിയ ഒരു പോരിമ അല്ലെങ്കിൽ അതിൻ്റെ ഉൾക്കാമ്പ് ഇപ്പോഴും ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ് ബീഹാർ. ഏറ്റവും കൂടുതൽ അതിനെ പോപ്പുലേഷനെ രണ്ടായി തരംതിരിച്ചാൽ വലിയ ഹിന്ദു ഭൂരിപക്ഷമുള്ള വലിയ സുപ്രീം ഭൂരിപക്ഷമുള്ള ഏതാണ്ട് 82% ഹിന്ദുക്കളുള്ള, അതിൽ ഹിന്ദു വിഭാഗവുമായി ബന്ധപ്പെട്ട് എല്ലാ വിഭാഗങ്ങളും ജൈനനും ബുദ്ധനും ഒക്കെ ഉൾപ്പെടുന്ന ഹിന്ദു വിഭാഗം 82%, 16% മാത്രം മുസ്ലിങ്ങളും ഉള്ളൊരു പ്രദേശമാണ് ബീഹാർ എന്ന് പറയുന്നത്. ക്രിസ്ത്യനൊക്കെ വളരെ മൈനോറിറ്റിയാണ്. അങ്ങനെ ആ പ്രദേശത്തേക്കാണ് ഇപ്പോൾ പൗരത്വം എന്ന പേരിലേക്ക്, പൗരത്വ രജിസ്റ്റർ എന്ന പേരിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പട്ടികയുമായി അല്ലെങ്കിൽ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണമായി വരുന്നത്. ഇപ്പോൾ വരാനുള്ള കാരണം നമുക്കറിയാം, അതിൻ്റെ രാഷ്ട്രീയ കാരണം തന്നെയാണ്. ബീഹാറിൽ ഉടൻ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. സ്വാഭാവികമായും വലിയ രൂപത്തിൽ ഒരുപാട് ആളുകൾ കഴിഞ്ഞ 2023 ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അതിനെ പരിഷ്കരിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിക്കുന്നതാണ് കമ്മീഷൻ പറയുന്നത്. പക്ഷേ അതിൻ്റെ മറുവാദം എന്ന് പറയുന്നത് ബീഹാറിലുള്ള വലിയ ന്യൂനപക്ഷങ്ങളെ ഇപ്പോഴും, അതായത് നമ്മൾ തന്നെ ഇപ്പോൾ പറഞ്ഞതുപോലെ ബീഹാറിൽ സംഘർഷകാലത്ത് അല്ലെങ്കിൽ യുദ്ധാനന്തര കാലത്ത് പിന്നീട് ബംഗ്ലാദേശ് കലാപകാലത്തൊക്കെ ഇന്ത്യയിലേക്ക് കുടിയേറിയ വലിയ ആളുകൾക്ക് എവിടെയാണ് അവരുടെ കയ്യിൽ പൗരത്വം തെളിയിക്കാനുള്ള രേഖകൾ എന്നുള്ളതാണ് വലിയ ചോദ്യം. 1987 ജൂലൈന് മുമ്പ് ജനിച്ച ആളുകളാണെങ്കിൽ ഒരു കാരണവശാലും ബീഹാറിൽ അവരുടെ കയ്യിൽ ഒരു രേഖയും ഉണ്ടാകില്ല. നമുക്കറിയാം ബീഹാറിനെ, കാരണം വലിയ രൂപത്തിലുള്ള സാധാരണക്കാരായ മനുഷ്യർ, പട്ടിണി പാവങ്ങൾ, അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾ, കർഷകരൊക്കെ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് ബീഹാർ എന്ന് പറയുന്നത്. അവിടെയുള്ള ആളുകൾക്ക് എവിടെയാണ്, ഏത് ആശുപത്രിയിൽ പോയിട്ടാണ് അവർ ഇനി ജനന സർട്ടിഫിക്കറ്റ് കണ്ടെത്തേണ്ടത് എന്നുള്ള വലിയ ചോദ്യമാണ്. ഒന്ന്, അവിടുത്തെ സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക പശ്ചാത്തലം, ബഹുഭൂരിപക്ഷവും കാർഷിക മേഖലയെ അടിസ്ഥാനമാക്കി ജീവിക്കുന്നവരാണ്. അതിൽ തന്നെ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗം എന്ന് പറയുന്നത് വലിയ രൂപത്തിൽ സാധാരണക്കാരായ ആളുകളാണ്. അവർ എവിടെ പോയിട്ടാണ് ഇനി ഈ രേഖകൾ കണ്ടെത്തേണ്ടത് എന്നുള്ളതാണ് വലിയ ചോദ്യം. അതുകൊണ്ടാണ് പൗരത്വ രജിസ്റ്ററിനെതിരെ മുമ്പും ഇന്ത്യയിൽ വലിയ വിമർശനങ്ങളും സർക്കാരിനെതിരെ വലിയ കലാപങ്ങളൊക്കെ ഉണ്ടായത്. അതിൻ്റെ തുടർച്ച തന്നെയാണ് ബീഹാറിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്. ഈ ആളുകൾ ജനന സർട്ടിഫിക്കറ്റ് അടക്കം കണ്ടെത്തേണ്ടത് എവിടെ നിന്നാണെന്നുള്ളതും പഠിച്ച രേഖകൾ കണ്ടെത്തേണ്ടതാണെന്നും, പഠിച്ചവർ തന്നെ ചുരുക്കമാണ്. ബീഹാർ ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രമായ സംസ്ഥാനമാണെന്ന് ന്യൂസ് മലയാളം നമ്മൾ പറയേണ്ടതില്ല, രാജ്യത്ത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ബീഹാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദരിദ്ര സംസ്ഥാനമാണെന്നുള്ളത്. ആ ദരിദ്ര സംസ്ഥാനത്ത് ജനന സർട്ടിഫിക്കറ്റും പഠിച്ച സർട്ടിഫിക്കറ്റും സെക്കൻഡറി സ്കൂൾ സർട്ടിഫിക്കറ്റും ഒക്കെ തേടി അലയേണ്ട അവസ്ഥ ഇനി ഉണ്ടാകും. അതുമാത്രമല്ല, ഇത് തീവ്ര സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണമാണ്. അതായത് വളരെ വേഗത്തിൽ നടപ്പാക്കുന്നതാണ്. വീടുകൾക്ക് മുന്നിലേക്ക് ഇപ്പോൾ തന്നെ ഉദ്യോഗസ്ഥർ എത്തിക്കഴിഞ്ഞു എന്ന നിലയിലാണ്. അതുകൊണ്ട് ഈ പുറത്താകാൻ പോകുന്ന ആളുകൾ ഉറപ്പായും പുറത്താകും. കാരണം അവരുടെ കയ്യിൽ രേഖയില്ല എന്നും ആ ന്യൂനപക്ഷങ്ങളുടെ കയ്യിൽ രേഖയില്ല എന്ന് സർക്കാരിനറിയാം. രണ്ട് കാര്യമാണ്. ഒന്ന്, ഇപ്പോൾ ബീഹാറിൽ തുടങ്ങിയപ്പോൾ ഈ ബീഹാർ ഒരു തുടക്കമാണോ, ഇനി അടുത്ത ലക്ഷ്യം ബംഗാളാണോ തുടങ്ങിയ ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇപ്പം അമേരിക്കയിലേക്ക് അടക്കം പൗരത്വമില്ലാത്തവരെയൊക്കെ ഈ പ്രത്യേകിച്ച് ഇന്ത്യക്കാരടക്കം കൈവിലക്കൊക്കെ അടിഞ്ഞ് കൊണ്ടുവന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്നും പുറത്താകുന്നവരെ എങ്ങോട്ടേക്ക് ഇവർ പറഞ്ഞയക്കും, ഇനി എന്തൊക്കെ കാഴ്ചകൾ നമ്മൾ കാണേണ്ടി വരും എന്നുള്ളതും ഒരു ആശങ്കയല്ലേ? തീർച്ചയായും അടുത്ത ബംഗാളിലേക്ക് പോകുന്നു എന്നുള്ളത് ബംഗാൾ അതിന് മറ്റൊരു ഉദാഹരണമാണ്. ബീഹാറിന് കഴിഞ്ഞാൽ അടുത്ത സംസ്ഥാനം ബംഗാളാണ്. കാരണം ഇന്ത്യയുടെ രാഷ്ട്രീയ പരിച്ഛേദമാണ്. ഇന്ത്യയുടെ എല്ലാ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക ഉൽപ്പന്നങ്ങളുടെയും കേന്ദ്രമാണ് ബംഗാൾ. ആ ബംഗാൾ എല്ലാ വിഭാഗം ജനങ്ങളെ ഉൾക്കൊള്ളുന്നുണ്ട്, കുടിയേറ്റക്കാരെ ഉൾക്കൊള്ളുന്നുണ്ട്, വിദേശികളെ ഉൾക്കൊള്ളുന്നുണ്ട്, ബംഗ്ലാദേശികളെ ഉൾക്കൊള്ളുന്നുണ്ട്, എല്ലാവരും ഉൾക്കൊള്ളുന്ന സംസ്ഥാനമാണ് ബംഗാൾ. ആ ബംഗാളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും അതൊരു രാഷ്ട്രീയ ചോദ്യം തന്നെയാണ്. ബംഗാളിൽ മമതാ ബാനർജി പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും ഞങ്ങൾ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കില്ല എന്നുള്ളത്. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണെങ്കിൽ പോലും നടപ്പിലാക്കില്ല എന്ന് മമതാ ബാനർജി പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ബീഹാറിലെ സാഹചര്യം അങ്ങനെയല്ല. ബീഹാറിൽ നടപ്പാക്കാൻ ഒരുങ്ങി തന്നെയാണ് സർക്കാരുള്ളത്. കാരണം അവിടെ NDA സർക്കാരാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് ബീഹാറിൽ നടപ്പാക്കും. ഈ ന്യൂനപക്ഷങ്ങളൊക്കെ പുറത്തു പോകും എന്നുള്ള ഉറപ്പാണ്. ഇനി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ, ഈ മറ്റ് സംസ്ഥാനങ്ങൾ ബംഗാൾ മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന കേരളം അടക്കം അതിൽ പെടാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കാനുള്ള ഒരു സൂചനയാണ്, അല്ലെങ്കിൽ ഒരു സൂചന ഫലകമാണ് ഇപ്പോഴുള്ള സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന് തന്നെ കാണേണ്ടി വരും. ഇതിനകത്ത് മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കാൻ തുടങ്ങുമ്പോഴുണ്ടായ പ്രതിഷേധമൊന്നും ഇപ്പോൾ എവിടെയുമില്ല. കാരണം പ്രതിഷേധം നടത്തിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. കാരണം 2019 നിയമം പാസ്സാക്കി കഴിഞ്ഞു. ആ നിയമപ്രകാരം ഈ ന്യൂനപക്ഷങ്ങളായ ആളുകൾ, ഇന്ത്യയിലുള്ള ന്യൂനപക്ഷം സ്വാഭാവികമായും പട്ടികയ്ക്ക് പുറത്താകും. പുറത്തുള്ള ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ഹിന്ദു വിഭാഗമാണ്. അതായത് ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ ഉൾപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾ, അത് ഹിന്ദു വിഭാഗമാണ്. അവർക്ക് സ്വാഭാവികമായും പട്ടികയിൽ ഉൾപ്പെട്ട് ഇന്ത്യയിലേക്ക് കടന്നു വരാൻ കഴിയും. അങ്ങനെ രണ്ട് വിരുദ്ധ തരത്തിൽ നിൽക്കുന്ന ഒരു തീരുമാനത്തിലേക്കാണ് കേന്ദ്ര സർക്കാർ പോയത്. നിയമം അങ്ങനെയാണ്. ആ നിയമം നടപ്പിലാക്കാനാണ് ഇപ്പോൾ വോട്ടർ പട്ടികയുമായി ഇനിയിപ്പം ആകെ ഒരു പ്രതീക്ഷ സുപ്രീം കോടതിയിൽ മാത്രമാണ്. വിശദമായ വാദങ്ങൾക്കു ശേഷം കോടതി ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ്. കാത്തിരിക്കാം. പരമോന്നത നീതിപീഠത്തിൽ വിശ്വസിക്കാം. ഈ രാജ്യം ആരെയും അനാഥരാക്കില്ല എന്ന് തന്നെ കരുതാം. വിവരങ്ങൾ നൽകുകയായിരുന്നു, വിശകലനം നടത്തുകയായിരുന്നു ശ്രീജിത്ത് ബാലകൃഷ്ണൻ.